നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 14ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാനാഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. 13ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കൂളിയാറിലെ ജലാത്ഭുതം വിശ്വകർമാവ് അനുഭവിച്ചറിയുന്നതും അതിയായ ദുർഗന്ധം വമിക്കുന്ന ഒരു കാട്ടുവള്ളിച്ചെടിക്ക് മോക്ഷം കൊടുത്ത് ചാത്തൻ സ്വാമികൾ മോക്ഷം കൊടുത്തിട്ട് പവിത്രമായ മഞ്ഞൾ ചെടിയാക്കി മാറ്റിയതും അതൊക്കെയാണ് നമ്മൾ 13ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ചാത്തനെയും വരുണനെയും കുറിച്ചാണ് 14ാം ഭാഗത്ത് പറയുന്നത്. അന്തരീക്ഷമാകെ ആസ്വാദ്യകരമായ സുഗന്ധം പരന്നിരുന്നു. ഔഷധ ചെടികളെയും സൗഗന്ധികങ്ങളെയും ഒക്കെ തഴുകിയെത്തുന്ന ചെറുമണിക്കാറ്റ് ഇളം കുളിര് പകരുന്നു. മരശിഖരങ്ങൾക്കിടയിലൂടെ കുബേരൻ വാരി വിതറിയ വെള്ളി നാണയങ്ങൾ പോലെ വെയിൽ ചീളുകൾ. ആ വെയിൽപ്പൊട്ടുകൾക്ക് നിലാവിൻ്റെ കാരുണ്യം. നിറയെ പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങളും ചെടികളും തരുലതാദികളും മഴവില്ലഴകു നൽകുന്നു. പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മുരളുന്ന വണ്ടുകളും പാടുന്ന പക്ഷികൾ പൊഴിക്കുന്ന സ്വരമാധുരിയും. എത്ര ആനന്ദദായകമാണ് വൃഷാവനത്തിലെ ജീവിതം. അപ്പോൾ വനമധ്യത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രകോപന നദിക്കരയിൽ നിന്ന് ചാത്തൻ വിസ്മയം പൂണ്ടു. ആത്രേയ മുനിയുടെ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു പോരും വഴിയായിരുന്നു. ചാത്തൻ കൂളിവനത്തിൻ്റെ വളരെ അകലെയാണെങ്കിലും അയൽ വന സാമ്രാജ്യങ്ങൾ കൂടി കാണണമെന്ന ആഗ്രഹവുമായാണ് ഇവിടെ എത്തിയത്. കൂളിയാർ പോലെ തന്നെ എന്നും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ് പ്രകോപന നദിയും. ഋതുക്കൾ മാറി മാറി വന്നു കൊള്ളട്ടെ, വർഷപാതം വന്യമായി പെയ്തൊഴിയട്ടെ, കര കവിയാതെയും വരണ്ടുണങ്ങാതെയും പ്രകോപന നദി യാതൊരു പ്രകോപനവുമില്ലാതെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കും. ആരോഗ്യമുള്ള ജന്തുജാലങ്ങളും വൃക്ഷങ്ങളും ആകെ കൂടി ആർക്കായാലും ആനന്ദാനുഭൂതി നൽകും ഈ വൃഷാവനം. ആ വനമെല്ലാം ചുറ്റി നടന്നുകൊണ്ട് ആഹ്ലാദഭരിതനായാണ് ചാത്തൻ മറ്റൊരു വന സാമ്രാജ്യത്തിലെത്തിയത്. സൈരീഫ എന്നാണ് ആ വനം അറിയപ്പെട്ടത്. വനത്തിൽ കാല് കുത്തിയ നിമിഷം ചാത്തൻ്റെ ആഹ്ലാദഭാവങ്ങളെല്ലാം അസ്തമിച്ചു. വൃഷാവനത്തിന് നേർ വിപരീതമായ കാഴ്ചകളാണ് അവനവിടെ കാണാൻ കഴിഞ്ഞത്. വനമെന്ന് പറയുന്നതല്ലാതെ പച്ചപ്പിൻ്റെ ഒരു തളിര് പോലും എവിടെയും കാണാനില്ല. സകലമാന വൃക്ഷങ്ങളും ചെടികളും തരുലതാദികളും ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നു. വറ്റി വരണ്ട് മരുഭൂമിയായി കിടക്കുന്ന നദികൾ. അന്തരീക്ഷത്തിൽ കാറ്റ് വീശുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാറ്റും സൈരീഭവനം ഒഴിവാക്കിയാണോ വീശുന്നത്? ഈ വനം എന്തേ ഇങ്ങനെ? ചാത്തൻ ഒരാളോട് ചോദിച്ചു. ഇവിടെയൊരു മഴ പെയ്തിട്ട് വർഷങ്ങളായി ഒരു തുള്ളി ജലത്തിന് ദാഹിക്കുകയാണ് ഞങ്ങൾ. അയാൾക്കത് പറയാനുള്ള ത്രാണി പോലും ഉണ്ടായിരുന്നില്ല. അവിചാരിതമായി ചാത്തനെ അവിടെ കണ്ട മനുഷ്യക്കോലങ്ങൾ അവനടുത്തേക്ക് ഓടിയെടുത്തു. അവൻ്റെ വരവിൽ അവർ ആശ്ചര്യപ്പെട്ടു. അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു. ഒരു മഴ കിട്ടാതെ ഒരു ദിവസമെങ്കിലും മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയാണ്. ഞങ്ങളെ അങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഒരു മഴ, അത് മാത്രം മതി ഞങ്ങൾക്ക്. അവർ തൊഴുതു കേണു. ഇനിയും വൈകിയാൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ജന്തുക്കളും ചത്തടിയും. ഞങ്ങളെ രക്ഷിക്കൂ. ആ നിലവിളിക്ക് മുന്നിൽ ചാത്തൻ്റെ മനമലിഞ്ഞു. അവരുടെ ആ ദൈന്യത അവൻ ഉൾക്കൊള്ളാവുന്നതിലും ഏറെയായിരുന്നു. അവൻ്റെ മിഴികൾ ആകാശത്തെ ശ്രദ്ധിച്ചു. ആകാശത്ത് തന്നെ ദൃഷ്ടിയർപ്പിച്ച് ചില നിമിഷങ്ങൾ. ചാത്തൻ്റെ മനസ്സിലപ്പോൾ ധ്യാനമന്ത്രത്തിൻ്റെ ശീലുകൾ ഉണരുകയാവാം. പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്ന് ആകാശത്തിൻ്റെ വടക്കേ ചക്രവാളത്തിൽ ഒരു മിന്നൽ പിണർ കാണാൻ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ തുടർന്ന് ഒരു ഇടിമുഴക്കത്തിൻ്റെ അലകൾ. മേഘങ്ങളുടെ മുഖം കറക്കുന്നു. മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ആകാശം കറുത്തിരുണ്ടു തുടങ്ങുകയാണ്. അടുത്ത നിമിഷം അങ്ങിങ്ങായി മഴത്തുള്ളികൾ പതിക്കാൻ തുടങ്ങി. ഒരു ചാറ്റൽ മഴ. വനവാസികളുടെ ആഹ്ലാദാരവങ്ങൾ എങ്ങും മുഖരിതമായി. അങ്ങനെ വനവാസികൾക്കൊപ്പം മഴയിൽ കുതിർന്ന് അവരുടെ ആഹ്ലാദങ്ങളിൽ പങ്കുകൊണ്ട് സ്വയം മറന്നു നിന്ന ചാത്തൻ്റെ മുന്നിൽ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. ആകെ രോഷാകുലനായാണ് അദ്ദേഹത്തിൻ്റെ വരവ്. ചാത്തൻ വരുണദേവനെ വണങ്ങി. ചാത്ത, നീ എന്തു ധിക്കാരമാണ് ഈ കാണിച്ചത്? ഇവിടെ മഴ പെയ്ക്കാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഞാനാണ് ജലാധിപതി എന്ന് നിനക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ.
പടിഞ്ഞാറിൻ്റെ ദിക്പാലകനും ഞാനാണ്. എൻ്റെ അനുവാദമില്ലാതെയാണ് നീ ഇവിടെ പ്രവർത്തിച്ചത്. രോഷത്തോടെ തന്നെയാണ് വരുണന്റെ ചോദ്യം. ചാത്തൻ വിനയത്തോടെ നിൽക്കുന്നതോ തന്നെ വണങ്ങിയതോ അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല. ഞാൻ എന്ത് ധിക്കാരമാണ് കാട്ടിയത്? ഈ വനത്തിൽ ഒരു മഴ പെയ്തിട്ട് വർഷങ്ങളായി. ഇവിടുത്തെ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അങ്ങ് കാണുന്നില്ലേ? സൈരീഫ വനത്തിനപ്പുറവും ഇപ്പുറവുമുള്ള വനങ്ങളിൽ കാലം തെറ്റാതെ മഴ പെയ്യുന്നുണ്ടല്ലോ. അവിടം സമ്പൽ സമൃദ്ധവുമാണ്. ഇവിടെയോ? ഇവിടെ മാത്രം എന്തേ ഇങ്ങനെ? ഇവർ അങ്ങയോട് എന്ത് അപരാധമാണ് ചെയ്തത്? ഇവരുടെ ദുരന്തം നേരിൽ കണ്ടപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. ഒരു ദേവനും മനുഷ്യരോട് ശത്രുത പാടില്ല. അവരുടെ കണ്ണീരൊപ്പേണ്ടവർ അവരെ കണ്ണീരിലാഴ്ത്തുന്നത് ശരിയാണോ? വരുണന്റെ മുഖം തുടുത്തു. എങ്കിലും സംയമനത്തോടെ അദ്ദേഹം പറഞ്ഞു, ചാത്ത, ഈ വനത്തെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ്. ഇവിടെ ഞാൻ മനഃപൂർവ്വം മഴ പെയ്യിക്കാത്തതാണ്. ഈ വനവാസികൾ ധിക്കാരികളാണ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇവർ എന്നോട് അപേക്ഷിക്കാനോ എന്നെ പൂജിക്കാനോ തയ്യാറായിട്ടില്ല. കൂളിക്കുന്നൻ വനത്തെ പോലെയും വൃഷാവനത്തെ പോലെയും സമ്പൽ സമൃദ്ധമായിരുന്നു ഈ സൈരീഫ വനവും. സ്വർഗതുല്യമായിരുന്നു ഇവിടം. മറ്റെങ്ങുമില്ലാത്ത സുന്ദരന്മാരായ കാട്ടുപോത്തുകൾ ഇവിടുത്തെ പ്രത്യേകത തന്നെയായിരുന്നു. മഞ്ഞക്കിളികളുടെ ആവാസ കേന്ദ്രവുമായിരുന്നു ഇവിടം. പക്ഷേ സൈരീഫ വനരാജാവ് ശാശ്വതീകന്റെ ഭരണമേന്മയാണ് ഇവിടുത്തെ വനസമ്പത്തിനും ധാന്യസമൃദ്ധിക്കും കാരണം എന്നയാൾ അഹങ്കരിച്ചു. ആ അഹങ്കാരജൽപ്പനം വനവാസികളും വിശ്വസിച്ചു. അന്ന് മുതൽ അവർ വരുണനെയും മാരിയെയും ബഹുമാനിക്കാതായി, ഓർക്കുക പോലും ചെയ്യാതായി. ലോകത്തിൻ്റെ നിലനിൽപ്പിന് വരുണന്റെ സ്ഥാനം എന്താണെന്ന് സൈരീഫ വനവാസികളെയും അവരുടെ രാജാവിനെയും മനസ്സിലാക്കി കൊടുക്കണമെന്ന് നാം തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ വനത്തിൽ നിന്ന് മഴമേഘങ്ങളെ പിൻവലിച്ചത്. വരുണൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയായിരുന്നു ചാത്തൻ. ഇവിടുത്തെ ഭരണാധികാരി അങ്ങയുടെ ആരാധകനല്ലായിരിക്കാം. അദ്ദേഹത്തിന് അങ്ങയിൽ വിശ്വാസമില്ലായിരിക്കാം. പക്ഷേ ആ ദേഷ്യം മറ്റു ജീവജാലങ്ങളോട് കാട്ടുന്നത് എന്തിനാണ്? അങ്ങനെ ഒരിക്കലും ഇവിടെ മഴ പെയ്യിക്കില്ലെന്നാണോ? ചാത്തൻ ചോദിച്ചു. ഇവരും ഇവരുടെ രാജാവും അടക്കമുള്ള വനവാസികൾ നമ്മെ ആരാധിക്കട്ടെ. നമ്മുടെ തൃപ്തിക്ക് വേണ്ടി വരുണോത്സവം നടത്തട്ടെ. അപ്പോൾ കടുംപിടുത്തക്കാരൻ എന്ന പോലെ വരുണൻ പറയുകയാണ്, അങ്ങിപ്പോൾ ഇവിടെ മഴ പെയ്യിച്ചാൽ ഇന്ന് തന്നെ ഇവർ വരുണോത്സവം നടത്തും. ചാത്തൻ അദ്ദേഹത്തിന് ഉറപ്പു കൊടുത്തു. വരുണോത്സവം നടത്തിയാൽ മഴ പെയ്തിരിക്കും, വരുണൻ പറഞ്ഞു. ഇന്നിവിടെ മഴ പെയ്താലോ? ചാത്തൻ പുഞ്ചിരിച്ചു. അപ്പോൾ ചാത്തൻ അതിനുള്ള ശക്തി പോരാ. അത്രയും പറഞ്ഞ് അടുത്ത നിമിഷം വരുണൻ അപ്രത്യക്ഷനായി. അപ്പോഴും ചാത്തൻ ഒന്നും മന്ദഹസിച്ചു. എന്നിട്ട് ധ്യാനനിരതനായി ആകാശത്തേക്ക് മിഴി തുറന്ന് ചാത്തൻ ഒട്ടുനേരം നിന്നു. മഴമേഘങ്ങൾ വീണ്ടും ആകാശവീതിയിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങി. മഴക്കാറിൻ്റെ ഇരുളിമ സൈരീഫ വനത്തെ രാത്രിക്ക് തുല്യമാക്കി. ശക്തിയോടെ കാറ്റടിക്കാൻ തുടങ്ങി. മഴമേഘങ്ങൾ വടക്കു ദിശയിലേക്ക് ചാഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ചാത്തൻ ആകാശത്തു നിന്ന് ദൃഷ്ടി പിൻവലിച്ചതേയില്ല. വടക്കു നിന്നും തെക്കു ഭാഗത്തേക്കായി കാറ്റിൻ്റെ ഗതി. ആ മഴമേഘങ്ങൾ സൈരീഫ വനഭൂമിക്ക് മുകളിൽ നിശ്ചലമായി. ഘോരമായ ഒരു ഇടിയുടെ ഹുങ്കാരം മടങ്ങും മുമ്പേ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. കനത്ത മഴത്തുള്ളികൾ. വനവാസികൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഗംഭീരമായ മഴ. വനവാസികൾ ആ മഴയിൽ ആനന്ദ നൃത്തം ചവിട്ടി. അവരാവട്ടെ ഒരു മഴ കണ്ടിട്ട് തന്നെ വർഷങ്ങളായിരിക്കണു. ഇടിയും മഴയും തുടർന്നുകൊണ്ടേയിരുന്നു. പുഴകൾ നിറഞ്ഞ് കുത്തിയൊഴുകാൻ തുടങ്ങി. കാട്ടിലെ മരങ്ങൾക്കും തരുക്കൾക്കും പിന്നെ ചെടികളായ ചെടികൾക്കുമൊക്കെ പുതുജീവൻ കൈവന്നു. ജന്തുക്കൾ ആഹ്ലാദം അടക്കാനാവാതെ തുള്ളിച്ചാടി. പക്ഷികൾക്ക് ചിലയ്ക്കാനുള്ള ശക്തി തിരികെ കിട്ടിയിരിക്കുന്നു. ചിലമ്പലോടെ അവ തലങ്ങും വിലങ്ങും പാറിപ്പറന്നു നടന്നു. കരിങ്കുട്ടി, മലനായാടി, ചാത്തൻ ഉറക്കെ വിളിച്ചു. മഴയുടെ ആരവത്തിനും ഇടിവെട്ടിനുമൊക്കെ ഉപരിയായിരുന്നു ചാത്തൻ്റെ ആ ശബ്ദം. കൂളിക്കുന്നൻ വനത്തിൽ മലനായാടിയും കരിങ്കുട്ടിയും ആ വിളി കേട്ടു. അടുത്ത ക്ഷണം തന്നെ അവർ ആയുധങ്ങളുമെടുത്ത് പരിവാരസമേതം സൈരീഫ വനത്തിൽ കുതിച്ചു പാഞ്ഞെത്തി. കൃഷിയിടങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ വെള്ളമെല്ലാം ചാത്തൻ്റെ നിർദ്ദേശത്തോടെ കാട്ടാറിലേക്ക് ഒഴുക്കിവിട്ടു. സൈരീഫ വനത്തിൽ അതൊരു ശുഭരാത്രിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച മഴ വനവാസികളെയെല്ലാം ആനന്ദ തുന്തിലരാക്കിയിരിക്കുന്നു. അവരെല്ലാം അടുത്ത പ്രഭാതത്തിൽ കൃഷിയിടങ്ങളിൽ ജോലിക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ഉറക്കമില്ലാത്ത ആഹ്ലാദരാവായി അവർക്കത്. പിറ്റേന്ന് പുലർച്ചെ മുതൽ സൈരീഫ വനത്തിലെ കൃഷിയിടങ്ങളിൽ ഉത്സവം തന്നെയായിരുന്നു. പാടങ്ങളിൽ കൂടുതൽ കെട്ടിക്കിടന്നു നിന്ന വെള്ളം മലനായാടിയും കരിങ്കുട്ടിയും ചാത്തൻ്റെ പരിവാരങ്ങളും ചേർന്ന് തേവി വറ്റിച്ചുകൊണ്ടിരുന്നു. നിലം ഉഴുതുമറിക്കേണ്ടവർ അതേപോലെ കന്നുകളെ പൂട്ടി നിലമുഴുതു. വരമ്പ് വെക്കുന്നവർ മണ്ണും ചെളിയും കോരി വരമ്പ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞവരി പിടിക്കേണ്ടവർ ഞവരി പിടിച്ചു. നിലം കൃഷി യോഗ്യമാക്കി. ചാത്തൻ ഒരു തികഞ്ഞ കർഷകനായി. എല്ലായിടവും ഓടി നടന്നു. എല്ലാ പണിക്കാരെയും സഹായിച്ചു.
എന്നിട്ട് ആദ്യം ചാത്തൻ വിത്തെറിഞ്ഞു, രണ്ടാമത് രാജാവ് വിത്തിട്ടു. പിന്നീട് പ്രജകൾ ഓരോരുത്തരായി 12000 പറ വിത്ത് പാടത്ത് വിതച്ചു. വിത കഴിഞ്ഞ് രാജാവ് ചാത്തൻ്റെ സമീപത്തേക്ക് വന്നു. എൻ്റെ ഭരണ മികവ് കൊണ്ടാണ് വനസമ്പത്തും ധാന്യസമൃദ്ധിയും ഉണ്ടാകുന്നതെന്ന് നാം അഹങ്കരിച്ചിരുന്നു. അത് തെറ്റായിരുന്നെന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാനാവില്ല. ഓരോന്നിനെയും നയിക്കുന്നത് ഓരോ ശക്തി തന്നെയാണ്. മഴയുണ്ടാവാൻ വരുണൻ്റെ സഹായം കൂടിയേ തീരൂ. വനരാജൻ, ഓരോരുത്തരും താനാണ് ഏറ്റവും വലിയതെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരാൾ വലിയവനാകുമ്പോൾ ചെറിയവനും ഉണ്ടാകണമല്ലോ. ആരാണ് ചെറിയവർ പ്രഭു? അവരും വലിയവർ തന്നെയല്ലേ? ചെറിയവനെന്ന് നാം സങ്കല്പിക്കുന്നവരും വലിയവരാണെന്ന് കരുതിയാൽ നമുക്ക് തെറ്റ് പറ്റില്ല. ആരും ആരേക്കാൾ വലുതല്ല, ആരും ആരേക്കാൾ ചെറുതുമല്ല, ചാത്തൻ പറഞ്ഞു. അത് മനസ്സിലാക്കാൻ നാം വൈകി. അതിന് ഇന്നു തന്നെ നാം പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ അഹങ്കാരമില്ലാതെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അപ്പോൾ രാജാവിൻ്റെ വാക്ക് കേട്ട് പ്രജകൾ ഹർഷാരവം മുഴക്കി. ചാത്തൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. വരുണദേവന്റെ കോപത്തിന് അറുതി വരുത്തി സൈരീഭവനത്തിന് വരപ്രസാദം ലഭിക്കാൻ വരുണോത്സവം നടത്താൻ രാജാവ് കൽപ്പിച്ചു. അത് അവർ അതിഗംഭീരമായി നിറവേറ്റി. അങ്ങനെ പാട്ടും നൃത്തവും കൊട്ടും കുഴൽവിളിയും കൊണ്ട് സൈരീഭവന ആനന്ദത്തിൽ ആറാടി. സൈരീഭവന രാജാവിനോടും വനവാസികളോടും യാത്ര പറഞ്ഞ് ചാത്തനും മലനായാടിയും കരിങ്കുട്ടിയും പരിവാരസമേതം കൂളിക്കുന്നൻ വനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങി. എല്ലാം എൻ്റെ കഴിവാണെന്ന് അഹങ്കരിച്ച് ഞാൻ ഏതോ മൂഢസ്വർഗത്തിലായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. വരുണന്റെ ശക്തിയും ശേഷിയും ഇപ്പോഴാണ് നമുക്ക് ബോധ്യമായത്. ഇന്നോളം ആ ദേവനെ അവഗണിച്ചത് പൊറുക്കാനാവാത്ത കുറ്റം തന്നെയായിരുന്നു. ഇനിയൊരിക്കലും എന്നിൽ നിന്നോ എൻ്റെ പരമ്പരകളിൽ നിന്നോ അങ്ങനെയൊന്നുണ്ടാവില്ല. ഇവിടെ എത്താനും ഞങ്ങളെ സഹായിക്കാനും അങ്ങ് കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. അങ്ങനെ നന്ദി പറഞ്ഞ് ഇനിയും ഞാൻ അഹങ്കരിക്കുന്നില്ല. സൈരീഭവനത്തിലെ എല്ലാ ജീവജാലങ്ങളും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും വരുണദേവൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഉപദ്രവിക്കുകയുമില്ല. ചാത്തൻ ഒരനുഗ്രഹം എന്നോണം പറഞ്ഞു. അവർ മടക്കയാത്ര തുടങ്ങുകയായി. പിന്നീട് ഒരിക്കലും സൈരീഭവനത്തിൽ മഴ പെയ്യാതിരുന്നിട്ടില്ല. ആറും പുഴകളും വറ്റി വരണ്ടിട്ടുമില്ല. അപ്പോൾ സമയാസമയങ്ങളിൽ മറ്റെല്ലായിടത്തും എന്ന പോലെ അവിടെയും മഴ പെയ്തു. കൂളിക്കുന്നൻ വനം പോലെ വൃഷാവനം പോലെ സൈരീഭവനവും ഇപ്പോൾ സർവ്വസമ്പൽ സമൃദ്ധിയിലാണ്. അപ്പോൾ ഭക്തിയോടെ നൊന്ത് വിളിച്ചാൽ എവിടെയും ഓടിയെത്തുന്ന ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 14ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഓരോന്ന് ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിന് കൂടിയാണ്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും വിഷ്ണുമായയുടെ കഥകൾ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ പുതിയൊരു ഭാഗവുമായിട്ട് നമുക്ക് ഉടനെ എല്ലാവർക്കും കേൾക്കാം. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.